പൊങ്കാലയ്ക്ക് ഒരുങ്ങി ആറ്റുകാൽ. ഭക്തി സാന്ദ്രമായിരിക്കുകയാണ് അനന്തപുരി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആയിരക്കണക്കിന് ഭക്തർ പൊങ്കാലയിടാൻ തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പൊങ്കാലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഏതായാലും നാളെ നമുക്കറിയാം ലക്ഷക്കണക്കിന് വനിതകളാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തുക. നഗരം തന്നെ കണ്ണു തുറക്കുക പൊങ്കാല എന്ന പുണ്യ കാഴ്ചയിലേക്കായിരിക്കും. ഏതായാലും ഇത്രയധികം വനിതകളുടെ കൂട്ടായ്മ ഒരുമിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയുടെ തലസ്ഥാനം കൂടിയായി തിരുവനന്തപുരം നാളെ മാറും. നാളെ രാവിലെ 10:30-ക്കാണ് അടുപ്പുവെട്ട് നടക്കുക. ക്ഷേത്രതന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി പി കേശവൻ നമ്പൂതിരിക്ക് കൈമാറും. തിടപ്പള്ളിയിലെയും വലിയ തിടപ്പള്ളിയിലെയും പൊങ്കാല അടുപ്പുകളിൽ പകർന്ന ശേഷമാണ് മേൽശാന്തി ദീപം പിന്നീട് കൈമാറുക. ഉച്ചയ്ക്ക് 2:30-ക്ക് ആണ് ഇത്തവണ നിവേദ്യത്തിന്റെ സമയം. പണ്ടാര അടുപ്പിൽ ഒരുക്കുന്ന പൊങ്കാല ആദ്യം നിവേദിക്കും. അതേ സമയത്ത് തന്നെ ഭക്തർ വഴിനീളെ തയ്യാറാക്കിയിരിക്കുന്ന നിവേദ്യങ്ങളിലെല്ലാം തീർത്ഥം പകരുകയും ചെയ്യും. കുംഭമാസത്തിലെ പൂരം നാളിലാണ് പൊങ്കാല ആചരിക്കുന്നത്. ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ എല്ലാ അഷ്ടൈശ്വര്യങ്ങളും പ്രധാനമാകുമെന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. പൊങ്കാലയുടെ പിറകിൽ ഐതിഹ്യവും വിശ്വാസങ്ങളുമെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. പൊങ്കാല വഴിപാട് നടത്തുന്നത് ഭക്തരുടെ ആത്മസമർപ്പണമായിട്ട് കരുതപ്പെടുന്നു. ഈ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഒരു രാവിൻ്റെ അകലം മാത്രമാണ് ഇനി അനന്തപുരിക്ക് ഉള്ളത്. പൊങ്കാലയിൽ നിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റും സർക്കാരും എല്ലാം അറിയിച്ചിരിക്കുന്നു. ഏതായാലും കോവിഡ് കാലത്തിനു ശേഷം പൂർണ്ണ തോതിൽ നടക്കുന്ന പൊങ്കാല എന്നൊരു പ്രത്യേകത കൂടി 2 വർഷത്തിന് ശേഷമാണ് പൂർണ്ണ തോതിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസത്തോളമായി വലിയ തിരക്കാണ് ക്ഷേത്രവും പരിസരവും എല്ലാം ഉള്ളത്. ഏതായാലും 10:30-ക്ക് അടുപ്പിൽ തീ തെളിയുന്നതോടുകൂടി ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്കാണ് തീ പകരുക. 2 വർഷത്തിനപ്പുറം പൂർണ്ണമായി നടക്കുന്ന പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഭക്തർക്കും വലിയ വ്രത സാഫല്യത്തോടു കൂടി കാത്തിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്കിലേക്ക് കൂടി അനന്തപുരി കടക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. 3000 പോലീസുകാരെയാണ് ഇത്തവണ സുരക്ഷയ്ക്ക് വിനിയോഗിച്ചിരിക്കുന്നത്. അതിൽ 300 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരുമെല്ലാം സേവന സന്നദ്ധരായിട്ട് കൂടെ ഉണ്ടാകും. ഗതാഗത സജ്ജീകരണങ്ങളും കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. 400 സർവീസാണ് KSRTC നടത്തുന്നത്. ഒപ്പം ശുചിമുറി എല്ലാം പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ശുചിമുറികളിലേക്ക് സജ്ജീകരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് നഗരസഭ എന്ന് മേയർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ജല ലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നു. 1270 പൊതുരാപ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ട്രെയിനുകൾക്ക് പോലും പൊങ്കാല പ്രമാണിച്ച് അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നു. ആ രീതിയിൽ ഗതാഗതമാണെങ്കിൽ മറ്റ് സൗകര്യങ്ങളാണെങ്കിൽ എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടുകൂടിയാണ് അനന്തപുരി പൊങ്കാലയിലേക്ക് കടക്കുന്നത്. അശ്വതി പിള്ള ആറ്റുകാലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അശ്വതി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലത്തിന് ശേഷമുള്ള പൂർണ്ണ തോതിൽ നടക്കുന്ന പൊങ്കാല എന്നുള്ളൊരു പ്രത്യേകത, അതുകൊണ്ട് തന്നെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വലിയ തിരക്കിലേക്ക് കൂടി ഭക്തരുടെ വലിയ സാന്നിധ്യത്തിലേക്ക് കൂടി കടക്കുകയാണോ ആറ്റുകാൽ? എപ്പോഴൊക്കെയാണ് നാളെ ചടങ്ങുകൾ തുടങ്ങുന്നത്? അതെ, അക്ഷരാർത്ഥത്തിൽ ഭക്തി സാന്ദ്രമാണ് ആറ്റുകാലും പരിസരവും. ആറ്റുകാലും പരിസരവും എന്ന് പറഞ്ഞാൽ പോരാ, നമുക്കറിയാം പൊങ്കാലയിടുന്ന സാധാരണയായി പൊങ്കാലയിടുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങൾ എല്ലായിടത്തും പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാല ചരിത്ര പ്രസിദ്ധമായ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവം. അത് ആ പൊങ്കാല ഏറ്റവും എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന, ഭക്തി നിർഭരമായി കാത്തിരിക്കുന്ന ആ നിമിഷത്തിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. നമുക്കറിയാം ഈ ആറ്റുകാൽ പൊങ്കാല ഒരു പ്രദേശത്തിന്റെ മാത്രം ഉത്സവമല്ല. വിവിധ ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് ദിവസം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തി. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ 2 വർഷത്തിന് ശേഷം വരുന്ന ഒരു പൊങ്കാലയാണ്. കഴിഞ്ഞ വർഷവും ഇവിടെ കുറച്ചു പേർക്ക് മാത്രമാണ്
അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പണ്ടാരയടുപ്പിലും തൊട്ടടുത്തുള്ള കുറച്ചു പേർക്ക് മാത്രമാണ് ഇടാനുള്ളൊരു അവസരം ലഭിച്ചിരുന്നത്. അതിന് മുമ്പ് കോവിഡ് ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും പൊങ്കാല ഉണ്ടായിരുന്നില്ല. അതൊക്കെ മറികടന്ന്, കോവിഡിനെ മറികടന്ന് ഈ പൊങ്കാല ഉത്സവത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരുപാട് പേർ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ ട്രെയിൻ, ബസ്, അതൊക്കെ എല്ലാ സൗകര്യങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ പൊങ്കാല ഉത്സവത്തിനായി ഒരുക്കിയിരുന്നു. അതുപ്രകാരം പലയിടത്തു നിന്നും വന്നവർ നമുക്ക് കാണാം. ഇപ്പോൾ ക്ഷേത്രം പൂർണ്ണമായും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നടപ്പന്തലിൽ നേരത്തെ തന്നെ ക്യൂവിൽ ഇടം പിടിച്ച് ദേവി ഒരു നോക്ക് കാണാനായി നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തോറ്റമ്പാട്ട് നടക്കുന്ന പന്തൽ, തോറ്റമ്പാട്ടിന്റെ പന്തലിനടുത്തുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത്. വലിയ ചൂടുള്ള സമയമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വലിയ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു, വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് ചൂട് കൂടുമെന്നുള്ളതൊക്കെ. പക്ഷെ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ അത് വലിയ തിരക്കിൻ്റെതായി മാറും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. 3000-ഓളം പോലീസുകാരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കായി, ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഇനി വരുന്ന 2 മണിക്കൂർ, തുടർന്നുള്ള 2 മണിക്കൂർ പൊങ്കാല വിശേഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ, ഒപ്പം മറ്റ് പൊങ്കാല ഇടുന്ന പ്രദേശങ്ങളിലെ ഒരുക്കങ്ങൾ എന്തായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വരും മണിക്കൂറുകളിൽ 2 മണിക്കൂർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ, അത് കഴിക്കാനായിട്ട് നേരത്തെ വന്ന വഴിപാടുകളൊക്കെ കഴിക്കാനായി നേരത്തെ വന്ന ആളുകൾ ഇവിടെയുണ്ട്. നമുക്കറിയാം നാരങ്ങ വിളക്കാണ് ആ മനോഹര കാഴ്ച ത്രിസന്ധ്യയോടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഒരുപാട് പേരുണ്ടാകും പൊങ്കാല ഇടാൻ ആഗ്രഹിച്ച് പക്ഷെ ഇങ്ങോട്ടേക്ക് എത്താൻ പല കാരണങ്ങളാൽ സാധിക്കാത്തവർ. അവിടെ അങ്ങനെയുള്ളവർക്ക് മുന്നിലേക്ക് ഇവിടുത്തെ ഒരു പൂർണ്ണമായ അന്തരീക്ഷം എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഇപ്പോൾ നമുക്ക് കാണാം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത 5 മണിക്ക് തന്നെ നട തുറന്നു. ഇപ്പോൾ കൃത്യം 5:06 ആയിരിക്കുന്നു. ഇപ്പൊ കുറച്ച് ആളുകളെ വെച്ച് അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മാസ്ക് ഇല്ലാത്ത ഒരു പൊങ്കാല നമ്മൾ സ്വപ്നം കണ്ടിരുന്നു, അതിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മുഖത്ത് വിടരുന്ന ചിരിയുടെ അർത്ഥം. നമ്മൾ ആ കോവിഡിന്റെ സാഹചര്യം കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ എത്രമാത്രം ആളുകൾ ഇവിടെ എത്തുമെന്നുള്ളത് ശരിക്കും ട്രസ്റ്റിന് പോലും പ്രവചിക്കാനാകാത്ത, നിർണ്ണയിക്കാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വർഷങ്ങളായി പൊങ്കാല ഇടാൻ വരുന്നവരാണ്. 13, 14, 20 വർഷവുമൊക്കെ ആയി വരുന്നവർ. ഇത്ര അഭൂതമായ തിരക്ക് അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം കാത്തിരുന്നാണ് ഓരോരുത്തരും ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. നേരത്തെ അപർണ പറഞ്ഞതുപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് അനന്തപുരിയിലെ തലസ്ഥാന നഗരിയിലെ ആളുകൾ ആതിഥേയരാകുന്ന, അതിഥികളെ സ്വീകരിച്ചിരുത്തുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. നമുക്കറിയാം വെള്ളം, ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ശുചിമുറി ആയാലും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു സൗഹൃദത്തിന്റെ ഉത്സവം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. നമുക്കിവിടെ അത് കാണാൻ സാധിക്കും. ഓരോരുത്തരും പൊങ്കാല ഇടുമ്പോൾ അവരുടെ മനസ്സിലൊരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ച് ഒരു വഴിപാടായി നടത്തുന്നതാണ് പൊങ്കാല. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഉത്സവ ദിവസം എന്ന് പറയുന്നത് 9ാം ദിവസമാണ്. 9ാം ദിവസത്തിലാണ് ഈ പൊങ്കാല നടക്കുന്നത്. 10ാം ദിവസമാണ് ഉത്സവം അവസാനിക്കുന്നതെങ്കിലും ഈ 9ാം ദിവസത്തെ ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു കൊല്ലം ഈ പൊങ്കാല ഇടുന്നവർ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ട്രസ്റ്റ് ഭാരവാഹികളും സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് വ്യക്തമാകുന്നത് ഓരോ വർഷത്തെയും കണക്കെടുത്ത് നോക്കുമ്പോഴാണ്. പക്ഷെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഈ 2 വർഷം കഴിഞ്ഞുള്ള അല്ലെങ്കിൽ 2 വർഷം വരാൻ കഴിയാത്തവർ കൂടി ഇതിലേക്ക് കൂടുതലായി വരുമ്പോൾ എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. അവർക്കെല്ലാവർക്കും കൃത്യമായി പൊങ്കാലയിട്ട് അല്ലെങ്കിൽ ആ സൗകര്യങ്ങളോടെയൊക്കെ പൊങ്കാലയിട്ട് മടങ്ങാനാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിറവിൽ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ 2 വർഷത്തിന് ശേഷം പൂർണ്ണമായ തോതിൽ പൊങ്കാല എത്തുമ്പോൾ വലിയ രീതിയിൽ ഭക്തജനങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ ക്ഷേത്രത്തിലേക്ക്, ക്ഷേത്ര പരിസരം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ആ തിരക്ക് നേരത്തെ തന്നെ അറിയാം. ഇപ്പോൾ തന്നെ തിരക്ക് തുടങ്ങിയിരിക്കുന്നു. ഒരു രാവകലം മാത്രമാണ് പൊങ്കാലയും അനന്തപുരിയും തമ്മിലുള്ളത്. ഐശ്വര്യയും നമുക്കൊപ്പം ചേരുന്നു. ഐശ്വര്യ,
വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തലസ്ഥാനത്തെ സംബന്ധിച്ചോളം ഇന്ന് ഉച്ച മുതലേ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പൂർണ്ണമായ തോതിലുണ്ട്. ഇന്നും ഉച്ചയോടുകൂടി ഗതാഗത നിയന്ത്രണം. അത് ഏത് രീതിയിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? മാത്രമല്ല ജനങ്ങൾക്ക് എത്താനായിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ മറ്റൊരു വശത്തുമുണ്ട്. അതിൻ്റെ എല്ലാം വിവരങ്ങൾ എങ്ങനെയായിരിക്കും? അപർണ സൂചിപ്പിച്ചതുപോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതുകൊണ്ട് തന്നെ ഭക്തിസാന്ദ്രമാണ് തലസ്ഥാനം. ഈ പൊങ്കാലയോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഈ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന പൊങ്കാല ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. KSRTCയുടെ നേതൃത്വത്തിൽ, അതായത് ഈ പൊങ്കാല മഹോത്സവം നടക്കുന്ന ഈ കഴിഞ്ഞ 7 ദിവസം ഏതാണ്ട് ഒരാഴ്ചയായി പ്രത്യേക സർവീസുകൾ നടക്കുന്നുണ്ട്. ആ സർവീസുകൾ ആറ്റുകാൽ ക്ഷേത്ര നട വരെ എത്തുന്ന രീതിയിലാണ്. ഒപ്പം തന്നെ തിരിച്ച് തമ്പാനൂർ, കിഴക്കേക്കോട്ട പോലെയുള്ള ഇടങ്ങളിലേക്ക് ബസ് സർവീസ് മണിക്കൂറുകൾ, അതായത് ഉടൻ തന്നെ ഇവിടുന്ന് ക്ഷേത്ര നടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടൻ തന്നെ ബസ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. അത് ഇന്ന് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് ട്രെയിൻ സർവീസുകളും പ്രത്യേകമായി ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഭക്തിസാന്ദ്രമായി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തലസ്ഥാനത്ത് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തുടങ്ങിയെങ്കിൽ പോലും അന്നൊക്കെ ഈ ക്ഷേത്ര പരിസരം അല്ലെങ്കിൽ ക്ഷേത്രനട ഭക്തിസാന്ദ്രമായി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ തലസ്ഥാനം ഒട്ടാകെ ഉത്സവ ലഹരിയിലാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തലസ്ഥാനത്തിന്റെ ഉത്സവമായി മാറിയിരിക്കുന്നു. ഇക്കുറി ഏതാണ്ട് 50 ലക്ഷത്തിലധികം സ്ത്രീകൾ പൊങ്കാലയ്ക്കായി എത്തും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് പല രീതിയിലുള്ള ഒരുക്കങ്ങളാണ്. പ്രത്യേകിച്ച് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഒപ്പം ഈ പൊങ്കാലയോടനുബന്ധിച്ച് നാളെയാണ് പൊങ്കാലയെങ്കിൽ പോലും ഇന്നലെയും ഇന്നും ഒക്കെയായി ഇവിടെ എത്തിയവരുണ്ട്. നേരത്തെ കൂട്ടി അവധിയായ ശനി ഞായർ അവധി ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരവും ശനിയാഴ്ച രാവിലെയും ഒക്കെ എത്തിയവരുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ അത്യാവശ്യം ഭക്ഷണം ലഭിക്കുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശുദ്ധജലം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മണിക്കൂറുകൾ കാത്തു നിന്നാണ് ആറ്റുകാലമ്മയെ ഒരു നോക്ക് കാണുന്നത്. കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന പൊങ്കാലയാണ്. മാസ്ക് ഇല്ലാത്ത പൊങ്കാലയാണ്. കോവിഡിന്റെ ഒരു മഹാമാരി പിടിവിട്ട ശേഷം ഉള്ള പൊങ്കാലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കനത്ത ചൂടിനെയും വേനലിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ വൻ ഭക്തജന തിരക്ക്, അങ്ങനെ ഇത് രണ്ടും കൂടി കലരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പരിഹരിക്കാനായി ഇത്തരത്തിൽ കൃത്യമായ ഒരു ക്രമീകരണം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും, ഒപ്പം ആരോഗ്യ വിഭാഗം മെഡിക്കൽ ടീമുകൾ സജ്ജമായിട്ടുണ്ട്. അവർക്ക് ഏത് നിമിഷവും ഒരു വിളിപ്പാടകലെ മെഡിക്കൽ ടീമുകൾ സജ്ജമാണ്. ആംബുലൻസ് സേവനങ്ങൾ സജ്ജമാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഭക്തജനങ്ങൾക്ക് വരാത്ത രീതിയിലാണ്. 5 മണിക്ക് നട തുറക്കുമെങ്കിൽ പോലും ഏതാണ്ട് 3:30-4 മണിയോടുകൂടി തന്നെ 2 നടപ്പന്തലും ഭക്തജനങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഈ 5 മണിക്ക് നട തുറന്നതോടെ ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ക്രമീകരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാവുന്നതാണ്. എപ്പോഴാണ് എത്തിയത്? ഞാനൊരു 3:30 ആയപ്പോൾ എത്തി. അതുവരെ നമ്മളിവിടെ നിൽക്കുമായിരുന്നു. നമ്മൾ തൊഴാനായിട്ട് നിൽക്കുക. ഇതുവരെ നട തുറന്നിട്ടില്ല. ഭയങ്കര തെളിവാണ്. ഓരോ നട തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മയെ കണ്ട് തൊഴാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറച്ചു നേരം കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുടിവെള്ളത്തിന്റെ പ്രശ്നം കുറച്ച് മാറി. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചങ്ങനാശ്ശേരി. ഇന്ന് രാവിലെയാണോ ഇവിടെ എത്തിയത്? രാവിലെ എത്തിയത്. നാളെ പൊങ്കാലയിട്ട് മടങ്ങും. അമ്മയുടെ അനുഗ്രഹത്തോടെ എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? കല്ലറ. അവിടുന്ന് എപ്പോഴാണ് എത്തിയത്? രാവിലെ എത്തി. രാവിലെ തൊഴുതോ? തൊഴുവാൻ പോണതേ ഉള്ളൂ. ഇത്രയും നേരം ക്യൂ നിൽക്കുമായിരുന്നു? ഓ, ഒരു 3 മണി തൊട്ട് നിൽക്കുകയാണ്. വെള്ളം പോലും കിട്ടിയില്ല. ചെറിയ തോതിൽ കുടിവെള്ള പ്രശ്നമൊക്കെ ചേച്ചിമാർ പങ്കുവയ്ക്കുന്നുണ്ട്. ആ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാനാകട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ഇത്രയധികം ഈ നടപ്പന്തൽ ആകെ നിറഞ്ഞു കവിഞ്ഞ ഒരവസ്ഥയാണ്. 2 നടപ്പന്തലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. പോലീസ്
ഈ ഒരു തിരക്ക് ക്രമീകരിക്കാൻ പെടാപ്പാട് പെടുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. 700-ലധികം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ക്ഷേത്രത്തിനകത്ത് മാത്രമല്ല പുറത്തും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ പ്രായഭേദമന്യേ, അതായത് വയസ്സായവരും കുഞ്ഞുങ്ങളും ഒക്കെ ഈ ക്യൂ നിന്നാണ് ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അതായത് അതിരാവിലെ തന്നെ തിരിച്ചിവിടെ രാവിലെയോടുകൂടി എത്തി കാത്തിരുന്ന് ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന ഒരു ദൃശ്യവും ഒപ്പം തന്നെ പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ രീതിയിൽ തന്നെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ, അതായത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അത്രയധികം തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് ഒരുപക്ഷെ ഇന്ന് അതിന്റെ ഇരട്ടിയായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ഇതാണ് സ്ഥിതിയെങ്കിൽ നാളെ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് ഐശ്വര്യ, ഞാൻ തിരികെ എത്താം. ചെറിയ രീതിയിലുള്ള പരാതികൾ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതെല്ലാം പരിഹരിക്കപ്പെടുന്നു എന്നുകൂടിയാണ് ഭക്തരുടെ പ്രതികരണങ്ങൾ. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. അതിനപ്പുറത്തേക്കുള്ള പരാതികൾ ഉയരുന്നുണ്ടോ എന്നുള്ളത് കൂടി അധികൃതർ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം. കൂടുതൽ പരിശോധനകൾ ഉണ്ടാകട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കാം. പക്ഷെ അതിനിടയിൽ ചെറിയ ചില കല്ലുകടികൾ, കോർപ്പറേഷൻ അനധികൃതമായിട്ട് പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള പരാതിയും ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. നന്ദകുമാർ നമുക്കൊപ്പം ചേരുന്നു. നന്ദൻ, ഏത് രീതിയിലുള്ള പരാതിയാണ് ഇത്? എങ്ങനെയുള്ള പിരിവ് നടത്തുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ പരാതി? വിഷയം എന്താണ്? എന്തായാലും അത്തരത്തിൽ ചില പരാതികൾ നമ്മുടെ ഇവിടെ വഴിയോര കച്ചവടക്കാര് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുകയാണ്. അതായത് ഈ 250 രൂപയോളം അവർ പിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥർ എത്തി ഇത്തരത്തിൽ ഇത് ആ രസീത് എവിടെയാണമ്മ? ആ രസീത് എവിടെയാണ് കോർപ്പറേഷൻ നിന്ന്? 2 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കോർപ്പറേഷനിൽ നിന്ന് പണം പിരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. കാരണം അവർ കച്ചവടത്തിന് വേണ്ടി വന്നവർ മാത്രമാണ്. അവരുടെ കയ്യിൽ നിന്ന് 250 രൂപയോളം പിരിച്ചു. പക്ഷേ ഇവരോട്, ഈ പിരിച്ച 2 വ്യക്തികളോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞില്ല. അവർ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. ഇത് ലൈസൻസ് ആണ്, താൽക്കാലിക ലൈസൻസ് എന്ന രീതിയിലാണ് ഈ ഒരു ഒറ്റ വാക്ക് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് കാര്യമെന്നോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ട് എല്ലാ പേർക്കും രസീത് നൽകിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള ഉത്തരവും ഇതുവരെ നമ്മൾ ചോദിച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരു ലൈസൻസ്, ഒരു താൽക്കാലിക ലൈസൻസ് എന്ന് മാത്രമാണ്. വഴിയോര കച്ചവടക്കാരിൽ നിന്നും എല്ലാം തന്നെ പിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിൽ മൺപാത്രം വിൽക്കുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. നാളെ പൊങ്കാലയ്ക്ക് ഭക്തജനങ്ങൾ കൊണ്ടുപോകേണ്ട മറ്റ് സാധനങ്ങളൊക്കെ തന്നെ, ഈ തോർത്തടക്കമുള്ള കാര്യങ്ങൾ, വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പൂജാ സാധനങ്ങളൊക്കെ തന്നെ അവർ വിൽക്കുന്നുണ്ട്. അവരിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു 250 രൂപയോളം കോർപ്പറേഷൻ വാങ്ങുന്നു എന്നൊരു ആക്ഷേപം നമ്മളിവിടെ എത്തിയപ്പോൾ ചില ആൾക്കാർ പരാതിപ്പെട്ടിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കിഴക്കേക്കോട്ട ഭാഗത്താണ് വലിയ തോതിലൊരു തിരക്ക് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വലിയ തോതിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് നാളെ വൈകുന്നേരം വരെ ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം തലസ്ഥാനത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചരക്ക് വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഹെവി വാഹനങ്ങൾ ഒന്നും തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ നഗരത്തിൽ പ്രവേശിപ്പിക്കാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ മുന്നൊരുക്കങ്ങളുമാണ് പോലീസും ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ റോഡുകളിലെയും ഇരുവശങ്ങളിലും ഇപ്പോൾ പൊങ്കാലയിടാനായി ഭക്തർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ നമ്മൾ വാർത്ത ചെയ്തത് തന്നെയാണ്. കാരണം ഒരാഴ്ച മുമ്പേ തന്നെ ഇത്തരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും അവർ ഇത്തരത്തിൽ കല്ലുകളൊക്കെ വെച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സുരക്ഷയ്ക്കായി 3000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് തലസ്ഥാന നഗരിയിൽ മാത്രം. അതിൽ 300 അഗ്നി സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക മെഡിക്കൽ സംഘത്തെയും ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പൊങ്കാലയിടാൻ വരുന്നവരുടെ വാഹനങ്ങൾ ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ ഈ നഗര പരിസരത്തോ ഒന്നും തന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. പാസുകൾ വിതരണം ചെയ്യുന്നുണ്ട്, വെഹിക്കിൾ പാസുകൾ വിതരണം ചെയ്യുന്നുണ്ട്. മറ്റെല്ലാ വണ്ടികളെയും ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഗ്രൗണ്ടുകളിൽ പോലും ഇപ്പോൾ ഇത്തരത്തിൽ ഇടാൻ ഇപ്പോൾ നൽകിയിട്ടില്ല. എന്തായാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അമ്മ പൊങ്കാലയിടാൻ വന്നതാണോ? അതെ അതെ. നേരത്തെ എത്തിയോ? ഇവിടെയാണോ ഇവിടെയാണോ നാട്? അല്ലല്ല, ഞങ്ങൾ എറണാകുളം. എപ്പോഴെത്തി?
ഞങ്ങളൊരു 11 മണിയായപ്പോ എത്തി. ഇപ്പൊ പൊങ്കാലിട്ടിട്ട് ഇനി നാളെ തന്നെയാണോ മടക്കം? എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് എങ്ങനെയുണ്ട് ഈ ഒരു തിരക്കൊക്കെ കാണുമ്പോ? അയ്യോ ഇന്ന് ഭയങ്കര തിരക്ക്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര അതിശയം തോന്നുന്നുണ്ട്. ശരി അമ്മ. എന്തായാലും ഇത്തരത്തിലാണ് എറണാകുളത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് വലിയ തോതിൽ ഈ വൈകുന്നേരങ്ങളായതുകൊണ്ട് തന്നെ വലിയ തോതിൽ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നാളെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനായി സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരാണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് ബസ്സിലേക്ക് വന്നിറങ്ങിയ ആൾക്കാരും ഇവിടെ നിരവധിയുണ്ട്. അമ്മ പൊങ്കാലയിടാൻ വന്നതാണോ? അതെ, പൊങ്കാലയിടാൻ. നേരത്തെ എത്തി. എവിടെയാണ് സ്ഥലം? ഞങ്ങൾ കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ്. പിന്നെ ട്രെയിനിലാണോ വന്നത്? അതെ, അപ്പൊ ഇത് നാളെ പൊങ്കാലിട്ടിട്ടാണോ തിരിച്ചു പോകുന്നത്? പൊങ്കാലയിട്ടിട്ട് വൈകിട്ട് തിരിച്ചു. ഇതിനു മുമ്പ് പൊങ്കാലിടാൻ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല, ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടാ ഒരു തിരക്കൊക്കെ കാണുമ്പോ? അടിപൊളി തിരക്കാ. ഇപ്പൊ പ്രത്യേകിച്ച് 2 വർഷം കഴിഞ്ഞപ്പോ എവിടെയും അടുക്കാൻ പറ്റുന്നില്ല. 3 മണി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ആറ്റുകാലിൽ നിന്ന് ഇറങ്ങുമ്പോ രാവിലെ 9:45 9:30 കയറിയിട്ട് തിരക്ക് പോലെ തന്നെ നല്ല ചൂടുണ്ട്. ഭയങ്കര ചൂട്. നാളെ എന്തായിരിക്കും ഒരു അവസ്ഥ? എന്തായാലും വേണ്ടി ഞങ്ങൾ അമ്മയ്ക്ക് നിവേദിക്കും. ഇത് തന്നെയാണ് ഭക്തരുടെ ഒരു പ്രതികരണം. അത്തരത്തിൽ ഒരു എത്ര ചൂടുണ്ടായാലും എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നാളെ പൊങ്കാലിടുക, അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു പൊങ്കാലിടാനായിട്ടുള്ള എല്ലാ സ്ത്രീകളും പല ജില്ലകളിൽ നിന്നും ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇരുഭാഗങ്ങളിലും വലിയ തോതിലുള്ള ഒരു തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ നഗരസഭ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഓരോ ഈ വഴിയോര കച്ചവടക്കാരിൽ നിന്നും 250 രൂപയോളം പിരിച്ച് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിനിടയിൽ കൊള്ള നടത്തുകയും ചെയ്യുന്നത്. അപർണ. നന്ദകുമാർ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആ രീതിയിലുള്ള പരാതി ഉയർന്നിരിക്കുന്നത് ചെറിയ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം 250 രൂപയോളം കോർപ്പറേഷൻ പിരിക്കുക എന്നുള്ളതിലെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഏതായാലും ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ കൂടുതൽ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലത്തിനു ശേഷം പൂർണ്ണ തോതിലെത്തുന്ന പൊങ്കാല, ഇത്തവണത്തെ പൊങ്കാല പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഈ പൊങ്കാലയുടെ സാമഗ്രികൾ പൊതിഞ്ഞും കവറുകളിലൊക്കെ പൊങ്കാല ഇടങ്ങളിൽ എത്തുമ്പോഴെല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ശബ്ദ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരുപക്ഷെ പോലീസ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സഹായം ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ ശബ്ദപരിധി അളന്ന് ആ പരാതികൾ പരിശോധിക്കും. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊങ്കാല കലത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പോലും വ്യക്തത വരുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അന്തരീക്ഷ ഗുണനിലവാരം പരിശോധിക്കുന്ന ബോർഡിൻ്റെ പ്രത്യേക നടപടി. അങ്ങനെ പൊങ്കാല മഹോത്സവം ഇത്തവണ പരിസ്ഥിതി സൗഹൃദമാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തമ്പാനൂരിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗതാഗതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെത്തുന്ന സമയം തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഗതാഗതം പല ഭാഗങ്ങളായി സ്തംഭിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഗതാഗത നിയന്ത്രണമെല്ലാം ഉണ്ട്. പ്രേക്ഷകർക്കും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട ആ സാഹചര്യം വരുന്നത് ഏത് രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലെ ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ടത് ഇന്നത്തെ ഭാഗികമായി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണം നാളെ മുതലുള്ളത് കൂടുതൽ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും അതേത് രീതിയിലാണ് വരുത്തിയിരിക്കുന്നത്? ഇന്നിപ്പോൾ തമ്പാനൂർ വരെ എല്ലാ ബസ്സുകളും വരുന്നുണ്ട്. ബസ്സുകളെല്ലാം തമ്പാനൂർ വരെ എത്തുന്നു. തമ്പാനൂരിന് ശേഷം കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിലും എല്ലാ ബസ്സുകളും എത്തുന്നുണ്ട്. അതിനുശേഷം അതായത് തമ്പാനൂര് നേരെ കരമന വഴി കരമനയിൽ നിന്ന് ആറ്റുകാലേക്ക് പോകുന്ന ഭാഗങ്ങളിലൊന്നും വാഹനങ്ങൾ വിടുന്നില്ല. ഒപ്പം കിഴക്കേക്കോട്ടയിൽ എല്ലാ വാഹനങ്ങളും നിർത്തുന്നുണ്ട്. കിഴക്കേക്കോട്ട കഴിഞ്ഞ് മറ്റു വാഹനങ്ങൾ ക്ഷേത്ര പരിസരത്തേക്കൊന്നും വിടുന്നില്ല. ബസ്സുകളും ഒന്നും വിടുന്നില്ല. ബസ്സുകളും ഇന്നലെ വരെ കൃത്യമായി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളവർക്ക് ബസ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബസ്സുകൾ താൽക്കാലികമായി എല്ലാം നിർത്തിയിട്ടുണ്ട്. അത്രത്തോളം വലിയ ബ്ലോക്കാണ്. കാരണം റോഡിന്റെ ഇരുവശത്തും ഇത്തരത്തിൽ അടുപ്പുകൾ കൂട്ടി പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. സ്വാഭാവികമായി അപകട സാധ്യതയുള്ളതിനാൽ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. നാളെ വലിയ യാത്രാ ക്രമീകരണങ്ങളും ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം തമ്പാനൂരാണ്. തമ്പാനൂര് ഒരു ദിവസം മുൻപേ തന്നെ എത്തി ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുന്ന നിരവധി ഭക്തരുണ്ട്. അമ്മ എന്നാ വന്നേ ഇവിടെ? എപ്പോഴാണ് എത്തിയത്?
ഇന്ന് രാവിലെ 7 മണിക്ക് വന്നു ഇവിടെ. എല്ലാ വർഷവും വരും. 10-25 വർഷം 30 വർഷം കൊണ്ട് വരുന്നു. എന്റെ സ്ഥലം കായംകുളത്തിന് പടിഞ്ഞാറ് വലിയൊഴിക്കൽ എന്ന് പറയും. അല്ല, എന്റെ മക്കളുണ്ട്, തൊഴാൻ പോയി. കാല് വയ്യാത്തോണ്ട് ഞാൻ പോയില്ല. രാവിലെ പോയി തൊഴുത് ഇപ്പൊ അവര് പത്മനാഭന്റെ അടുത്ത് തൊഴാൻ പോയി. സൗകര്യത്തിനായിട്ടാണോ ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഈ പ്രാവശ്യം ഇരുന്നു. കാരണം പൊക്കിക്കൊണ്ട് നടന്നു പോകാൻ മേല കാലുകൊണ്ട്. എല്ലാ പ്രാവശ്യവും അങ്ങ് കുറെ കൂടെ ചന്ത എടുത്തിരിക്കുമായിരുന്നു. ഈ രീതിയിൽ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം നേരത്തെ തന്നെ എത്തി ഈ രീതിയിൽ അടുപ്പുകളെല്ലാം കൂട്ടി കാത്തിരിപ്പുണ്ട്. പലരും ഇപ്പോൾ വൈകിട്ട് ക്ഷേത്രത്തിലെത്തി തൊഴാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് തന്നെ പലരും ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. അതാണ് കൂടുതൽ പേരെ ഈ ഭാഗങ്ങളിൽ കാണാത്തത്. പക്ഷെ അടുപ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കാത്തിരിപ്പുണ്ട്. ഇവർക്കെല്ലാം വലിയ യാത്രാ സൗകര്യങ്ങൾ, അതായത് ഇന്ന് രാവിലെ മുതൽ യാത്രാ സൗകര്യങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങിയിരുന്നു. ഈ പ്രത്യേക സർവീസുകൾ നാളെ രാവിലെ ഏകദേശം ഒരു 10 മണി വരെ പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. അതിനുശേഷം വൈകിട്ട് നിവേദ്യത്തിന് ശേഷമായിരിക്കും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുക. കൂടാതെ ഈ ഇത്തരത്തിൽ പൊങ്കാല ഇടാൻ എത്തുന്നവർക്ക് വേണ്ടിയുള്ള മറ്റ് ക്രമീകരണങ്ങൾ, അതായത് അന്നദാനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവയെല്ലാം ഒരുക്കി കഴിഞ്ഞു. അതിന്റെ അത്തരത്തിൽ ഓരോ ജംഗ്ഷനിലും, തിരുവനന്തപുരം നഗരത്തിന്റെ ഓരോ ജംഗ്ഷനിലും നമുക്ക് കാണാവുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഈ അന്നദാനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. പലയിടത്തും പ്രാദേശികമായി ഇത്തരത്തിൽ ഓട്ടോ ചേട്ടന്മാരും ലോഡിംഗ് തൊഴിലാളികൾ അടക്കമുള്ളവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നത്. ആ രീതിയിൽ ഒരു നാടിന്റെ ഉത്സവമായി തന്നെ മാറ്റിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സദ്യയ്ക്ക് ഇന്ന് രാത്രി മുതൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നവർക്കുള്ള ഭക്ഷണമെല്ലാം ഒരുക്കുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്? എല്ലാ വർഷവും ഇതാണ് സദ്യ? എല്ലാ വർഷവും നമ്മൾ തന്നെ. എന്ത് കൂട്ടായ്മയാണ് ഇത്? നിങ്ങളുടെ എന്ത് കൂട്ടായ്മയാണ്? നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളാണോ അതോ ജോലിക്കായി? അടുത്തുള്ള തന്നെ. ഇതിന്റെ ചെലവെല്ലാം എങ്ങനെയാണ് കണ്ടത്? ചെലവില്ല അവരല്ലേ, ചെലവില്ല അവരെ ഇതാണല്ലോ. ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി. ഇതും ഒരു ഇത്തരത്തിൽ പൊങ്കാലയുടെ അനുബന്ധിച്ചുള്ള കാഴ്ചകളാണ്. പൊങ്കാലയോടനുബന്ധിച്ച് നമ്മൾ തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ കാണുന്ന കാഴ്ചകളാണ്. തലേ ദിവസം തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി അന്നദാനത്തിനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് കാത്തിരിക്കുന്ന വലിയൊരു ആൾക്കാരെ നമുക്ക് നഗരപരിധിയിൽ കാണാനാകും. എന്തായാലും ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആറ്റുകാലിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയുള്ള തമ്പാനൂരും ആ ഒരു കാഴ്ചയാണ് നമ്മൾ പങ്കുവച്ചത്. തീർച്ചയായും ഉമേഷ് ബാലകൃഷ്ണൻ കൂടി വിവരങ്ങൾ നൽകിയത്. ഗതാഗത ക്രമീകരണങ്ങൾ ഒരു വശത്ത്, ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള നിർദ്ദേശം മറ്റൊരു വശത്ത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് കൂടിയാണ്. ഭക്തജന സാന്ദ്രമാകുന്നു. ഭക്തിയുടെ നിറവിലേക്ക് നീങ്ങുന്നു തലസ്ഥാന നഗരി. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ചിനക്കത്തൂർ പൂരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വരുന്നുണ്ട്. ആ ഭാഗം നിൽക്കുന്ന ഓട്ടങ്ങളിലേക്ക് മാറി നിൽക്കുക. കൂടാതെ സന്ദർഭത്തിൽ അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. ആ വ്യക്തി വരുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഭക്ഷണങ്ങളിലേക്ക് മാറി നിൽക്കുക.
പൂരാവേശത്തിൽ ചിനക്കത്തൂർ തത്സമയ സംരക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേർന്നു. പ്രസാദ്, എത്രത്തോളം ഭക്തജന തിരക്ക് പൂരം കൊട്ടിക്കയറി കൊണ്ടേയിരിക്കുന്നു? ഏത് രീതിയിൽ പുരോഗമിക്കുന്നു പൂരം? അപർണ, ഇപ്പോൾ കുതിരകളി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആനപ്പൂരത്തിന് തുടക്കമായിട്ടുണ്ട്. ഒരു വശത്ത് ആനപ്പൂരം തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തേരും തട്ടിൽമേൽ കൂത്തുമെല്ലാം ചിന്നക്കത്തൂർ ക്ഷേത്ര നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവശ്യത്തിൽ തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കോവിഡ് കാലത്തെല്ലാം ഈ ഉത്സവങ്ങൾ പൂർണ്ണ തോതിൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാ ആവേശവും നിലനിൽക്കുന്ന ചടങ്ങുകളാണ് നടന്നിട്ടുള്ളത്. രണ്ട് ചേരികളായി, കിഴക്കൻ ചേരിയും പടിഞ്ഞാറൻ ചേരിയുമായി 16 കുതിരകൾ അണിനിരന്ന കുതിരക്കളി അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കുതിരക്കളിയിലും വലിയ ആവേശം തന്നെയാണ് നിറഞ്ഞു നിന്നിട്ടുള്ളത്. ഇപ്പോൾ ആനപ്പൂരം നടക്കുകയാണ്. 7 ദേശങ്ങളിൽ നിന്നായി 27 ആനകൾ അണിനിരക്കുന്ന ആനപ്പൂരമാണ് ഇവിടെ നടക്കുക. അതിൽ തന്നെ വലിയ മേളവും 2 ചേരികളിലും 2 ദേശങ്ങളിലും 7 ദേശങ്ങളിലായി മേളപ്രമാണിമാർ, പ്രമുഖരായ മേളപ്രമാണിമാർ അണിനിരക്കുന്ന മേളവുമെല്ലാം ക്ഷേത്രത്തെ ഇപ്പോൾ ആവശ്യത്തിലേക്കാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തേരും തട്ടിൽമേൽ കൂത്തും എല്ലാം നടക്കുകയാണ്. ചിനക്കത്തൂർ പൂരത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസാദ് വിവരങ്ങൾ നൽകിയത്. പൂരാവേശത്തിലാണ് ചിനക്കത്തൂർ. കലിയുഗവരതേ ആറ്റുകാലം മേ മിന്നൽ പിണറൊളി വിതറും കലിയുഗവരതേ ആറ്റുകാലം മേ കരുണാവാരാർനിധേ കനിയോ ഐ ശരണമയീ ചരണയുഗളമതിലേ വാങ്ങയ നീരാജനം സ്വീകരിക്കൂ എല്ലാ കണ്ണുകളും എല്ലാ വഴികളും ആറ്റുകാലിലേക്ക്. ആറ്റുകാലും പരിസരവും ഭക്തിസാന്ദ്രമാണ്. ഐശ്വര്യ, നമ്മൾ കുറെ നേരമായി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഓരോ നിമിഷവും ആൾക്കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഐശ്വര്യ രാവിലെ മുതൽ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഫീൽ ചെയ്യുന്നതും അതായിരിക്കും, ഓരോ സമയത്തും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അടുപ്പ് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ദേവിയെ വന്ന് കണ്ട് തൊഴുത് ആ സ്ഥലം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇത്തവണ അല്ലെ ഐശ്വര്യ, 2 വർഷത്തിന് ശേഷം, 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി ഒരാഴ്ചക്ക് മുന്നോടിയായി തന്നെ കവടിയാറിലൊക്കെ ബുക്ക് ചെയ്ത് പോയവരുണ്ട്. ഈ ആറ്റുകാൽ പരിസരത്ത് തന്നെ 2 ദിവസം മുൻപ് വന്ന് ബുക്ക് ചെയ്ത് പോയവരാണ് കൂടുതൽ. അപ്പം ഈ ശനിയും ഞായർ അവധി ദിവസങ്ങൾ നേരത്തെ കൂട്ടി വന്ന് ആ ഇടം പിടിച്ച് ഇവിടെ നിന്ന് ആറ്റുകാൽ അമ്മയുടെ നടയിൽ ഇരുന്ന് ഒരു കട്ട അങ്ങേയറ്റവും വെച്ച് ഒരു കയറ് കെട്ടി അല്ലെ, അതാണ് അതിന്റെ ഒരു രീതി. അതാണ് അതിന്റെ ഒരു രീതി. അത് ഈ 2 വർഷമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. അത് തിരികെ എത്തി. പ്രദേശങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർ ഈ സ്ഥലം പിടിച്ചിരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെയാണ് അതൊന്ന് സെറ്റ് ആകുന്നത്. അവിടേക്ക് ഇഷ്ടിക കൊണ്ടുവയ്ക്കും. ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ കലമൊക്കെ വാങ്ങാനായിട്ട് ആളുകൾ പോകും. നമ്മുടെ ഇന്ന് രാത്രി തലസ്ഥാനത്തുള്ളവർക്ക് ആർക്കും ഉറക്കമില്ല. കാരണം എല്ലാവരും ഈ കലം മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ തെരുവുകളൊക്കെ സജീവമായിരിക്കും ഇന്ന് തലസ്ഥാനം. വേറൊരു പ്രത്യേകതയുള്ള, നാളെ വനിതാ ദിനമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ തിരുവനന്തപുരത്തിന് ഇന്നാണ് ശരിക്കും വനിതാ ദിനം അല്ലെ. അതായത് ഇന്നും നാളെ മറ്റന്നാളാണ് വനിതാ ദിനം, മറ്റന്നാളാണ് വനിതാ ദിനം. പൊങ്കാലയുടെ അടുത്ത ദിവസം വനിതാ ദിനമാണെങ്കിലും തിരുവനന്തപുരത്തിന് പൊങ്കാല ദിവസമാണ് വനിതാ ദിനം എന്ന് വേണമെങ്കിൽ പറയാം. ഐശ്വര്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങി നടക്കാൻ ആളുകൾക്ക് ഇപ്പോഴും പേടിയുള്ള നാളത്തെ ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കായി ഇന്ന് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ നമ്മൾ വിളിക്കാറില്ല വീട്ടില് ഇറങ്ങാനായിട്ട്. ഇന്ന് രാത്രി സ്ത്രീകൾ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങാണ്. കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയി അങ്ങ് ഇറങ്ങാണ്. സാധനങ്ങളൊക്കെ വാങ്ങി മടങ്ങാം. ഇപ്പൊ രാവിലെ തന്നെ ഇപ്പം വെളുപ്പിന് തന്നെ വന്നിരിക്കുന്നവരുണ്ട്. അവരൊക്കെ പുരുഷന്മാരെ കൂട്ടി വരുന്നവരല്ല, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയോ മക്കളെയോ കൂട്ടി വരുന്നവരല്ല. എല്ലാവരും സ്ത്രീകളാണ് കൂടുതൽ
ദർശിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ നേരത്തെ നടപ്പന്തൽ നമ്മൾ വന്ന് കാണുമ്പോൾ ഒരു 3 മണിയോടെയൊക്കെ നടപ്പന്തൽ നിറഞ്ഞു. 2 നടപ്പന്തലുണ്ട് ഇവിടെ. ഈ വശത്തും അപ്പുറത്തുമുള്ള നടപ്പന്തൽ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് 5 മണിക്ക് നട തുറക്കുള്ളൂവെങ്കിലും ആ സമയത്തെ വന്ന് കാത്തു നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളെ കാണാം. അതിൽ നമ്മൾ കാണേണ്ട ഒരുപാട് പ്രായമായ അമ്മമാര്, അവരുടെ ആരോഗ്യസ്ഥിതി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ട് താപനില ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം താപനില ഉയർന്നു നിൽക്കുന്നു, വലിയ തിരക്കാണ്. അതായത് ഒരു 2 നടപ്പന്തലുള്ളത് 2 ഭക്തജന തിരക്കാണ്, നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും അത് ഈ എത്ര മണിക്കാണ് നട തുറക്കുന്നത് കൃത്യമായ അറിവില്ലാത്തവരുണ്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ അമ്മ എത്ര മണിക്കാണ് നട തുറക്കുക അറിയില്ല മക്കളെ എന്ന് പറയുന്നത്. എത്ര മണിയായാലും കണ്ടിട്ടേ പോകുന്നു. അതിനുള്ള മാത്രമല്ല ഇപ്പൊ ഈ ആറ്റുകാൽ പരിസരത്തൊക്കെ ഈ ഗ്രൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ബുക്കാണ് ഓൾറെഡി. ഇനി അവിടെ സ്ഥലമില്ല. ഇനി വരുന്നവരൊക്കെ ഇതിന് പുറത്തേക്ക് എന്തെങ്കിലും നോക്കാന്നുള്ളതേ ഉള്ളൂ. ആറ്റുകാൽ ക്ഷേത്ര ഗ്രൗണ്ടിലൊന്നും സ്ഥലമില്ല, ഫുൾ ബുക്കാണ്. കലാപരിപാടികളുണ്ട്, ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരുടെ വാഹനങ്ങളുണ്ട്. അതൊരു വിഷയമേ. ഒരു ചെറിയ തണൽ മരം പോലും ഇല്ലാത്ത ഈ ഗ്രൗണ്ടിൽ, വലിയ ഗ്രൗണ്ടിൽ നിറയെ അടുപ്പുകളാണിപ്പോ. അടുപ്പ് കൂട്ടി കാത്തിരിക്കുകയാണ്. ഇനി ഒരു രാത്രിയോടെയൊക്കെ ആകുമ്പോഴത്തേക്കിന് സംസാരിച്ച് അടുത്തിരിക്കുന്നവരുമായിട്ടൊക്കെ പരിചയമായി അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ പൊങ്കാലയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഐശ്വര്യ മറ്റൊരു കാര്യം. അത് പറഞ്ഞു വന്ന് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2 പേരൊക്കെ ചേർന്ന് വരുന്നു. ഇവിടെ വന്ന് ഒരു 3-4 പേരെ കാണുമ്പോൾ അവരൊക്കെ സുഹൃത്തുക്കളായി അടുത്ത പൊങ്കാലയ്ക്ക് കാണാം എന്ന് പറഞ്ഞാണ് അവർ മടങ്ങുന്നത്. ചിലപ്പോൾ പിന്നീട് ആ സൗഹൃദം വളർന്നു വരുന്ന ആ രീതിയിലേക്ക് സഹായിച്ച് പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ കൊടുക്കുന്നു അല്ലെ, അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും കൂടെ ഒക്കെ ഒരു ഉത്സവമാണ്. അപ്പൊ ഇനിയുള്ള ആ മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഐശ്വര്യ, ഇന്നിപ്പോ നമുക്ക് എത്ര മണി വരെ ഇവിടെ തൊഴാൻ പറ്റും ഭക്തജനങ്ങൾക്ക്? ഇന്നിപ്പോ അവസാനം, അതായത് നാളെയാണ് പൊങ്കാല, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം, അതായത് ഈ പകൽ സമയങ്ങളിലൊക്കെ നമുക്കറിയാം 1 മണി 2 മണി വരെയൊക്കെ നട തുറന്നിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തുന്ന അത്രയും ഭക്തജനങ്ങൾ തൊഴുത് മടങ്ങട്ടെ എന്നുള്ളതാണ് ട്രസ്റ്റ് പറയുന്നത്. അത് തന്നെ ആയിരിക്കണം ഇന്നും. കാരണം കൃത്യമായ ഒരു സമയം ഇവിടെ അറിയിച്ചിട്ടില്ല. ഭക്തജനങ്ങൾ എത്രത്തോളം വരും എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഐഡിയയും ഇല്ല. കാരണം ഇപ്പൊ തന്നെ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ 3 മണി മുതൽ കാത്തിരിക്കുകയാണ്. 5 മണിക്ക് തുറക്കുന്ന നട അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ 3 മണി മുതൽ 2 നടപ്പന്തലായി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം വന്ന് മടങ്ങിയ ശേഷം മാത്രമേ ഈ ആറ്റുകാലിന്റെ ഒരു ഭൂപ്രകൃതി വെച്ച് 2 വശത്തൂടെ 2 സൈഡിൽ കൂടി നമുക്ക് ഈ ആറ്റുകാൽ അമ്പലത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തിന് പ്രധാനം മണക്കാട് വഴി വരാം, ഒന്ന് ബണ്ട് റോഡ് കിളിപ്പാലം വഴി വരാം. ഈ 2 വഴിയിലും ആളുകൾ അവിടെ നിന്ന് വന്ന് നിന്നാ മതി. എങ്ങോട്ട് ആറ്റുകാലിലേക്ക് പോകുന്ന വഴി ഏതാണ് എന്ന് ചോദിക്കേണ്ട കാര്യമല്ല, ഇവിടെ കൊണ്ടെത്തിക്കും. അത്ര തിരക്കാണിപ്പോ. അതായത് കയറിയാൽ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും അത്രത്തോളം സഹകരിച്ച് ഫോട്ടോ വരുന്ന ചേട്ടന്മാരായാലും ഒക്കെ വെള്ളമാണെങ്കിൽ വെള്ളം, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, വഴി നീളെ എന്തും കിട്ടും. ഇന്ന് ഈ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെയോ വെള്ളം കിട്ടാതെയോ ആരും ഒരിക്കലില്ല. അത് ഏറ്റവും പ്രത്യേകത. സാധാരണ ഒരു പ്രദേശത്തിന്റെ ഉത്സവമാണ് വരാറ്. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുള്ള ഉത്സവം എന്ന് പറയുമ്പോൾ അവിടേക്ക് എല്ലാവരും കൂടി എത്തുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളാണ് അതിനൊരു ആതിഥേയത്വം വരുന്നതെങ്കിൽ ആറ്റുകാലിലെ പ്രത്യേകത ഓരോ കൂട്ടവും കൂടി അവർ തന്നെ സ്വന്തമായി ഏറ്റെടുത്ത് ഭക്ഷണം. പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായ്മ നമ്മൾ കണ്ടിട്ടുണ്ട്, ടാക്സി ഡ്രൈവേഴ്സിന്റെ കൂട്ടായ്മ. അവരൊക്കെ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തെ പൊങ്കാല കഴിയുമ്പോൾ അടുത്ത വർഷത്തിനുള്ള ഒരുക്കങ്ങൾ അവർ ആരംഭിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇക്കുറി സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഈ അടുത്തൊക്കെ ഒരുപാട് ഭക്ഷ്യവിഷബാധ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിനൊക്കെ ഇത്തവണ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ അതിലുണ്ടായിട്ടുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ അന്നദാനം നടത്താനും ശുദ്ധജലം നൽകാനും ഒക്കെ അനുമതിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആരും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പേടിക്കേണ്ടതില്ല. വളരെ സർക്കാരിന്റെ അല്ലെങ്കിൽ നഗരസഭയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അതിലുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം നല്ലതായിരിക്കും എന്നൊരു ഉറപ്പ് അത് നഗരസഭ നൽകിയിട്ടുണ്ട്. നഗരസഭ കൃത്യമായതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിനായി പ്രത്യേകിച്ച് കൺട്രോൾ റൂമുകൾ അപ്പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് അശ്വതി പറഞ്ഞതുപോലെ രാത്രിയും പകലുമില്ലാതെ ഭക്തരെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിക്കാനായി വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനായി പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ക്രമീകരണം നടക്കുന്നുണ്ട്. കാരണം 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചു കഴിഞ്ഞു. അതിൽ 700-ലധികം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതായത് ഒരു വിളിപ്പാടകലെ എന്തൊരാവശ്യത്തിനും അവരുണ്ടാവും, പോലീസ് ഉണ്ടാവും. അവർ ഈ സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ സമരത്തിന് പോലീസ് ഉന്തും തള്ളും എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്ന് കൈപിടിച്ച് കയറ്റാൻ പോലീസ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഐശ്വര്യ. നമുക്ക് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു 2 മണിക്കൂർ 5 മണി തൊട്ട് 7 മണി വരെ നമ്മൾ ആറ്റുകാലിൽ നിന്നുള്ള
വിവരങ്ങളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആളുകളുടെ മനസ്സ് നിറഞ്ഞുള്ള വാക്കുകളാണ്. അത് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. ഇനി നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള പോയിട്ട് ഇവിടത്തേക്ക് തന്നെ മടങ്ങിയെത്താം.